الله. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله وحده والصلاة والسلام على من لا نبي بعده. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا زدنا علما نافعا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا رب العالمين. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അൽഹംദുലില്ലാഹ് വീണ്ടും നമുക്കൊരു ജൽസ കൂടി റബ്ബ് നൽകിയിരിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ആദ്യമേ നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിയുന്നത് വരെ എന്ത് ചെയ്യുക, നമ്മുടെ നിയത്ത് നന്നാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് ആ ഒരു നല്ലൊരു നിയത്തിൽ തന്നെ റബ്ബ് തൃപ്തിപ്പെടുന്ന, അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എല്ലാവരും ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻഷാ അള്ളാഹ് അൽഹംദുലില്ലാഹ് അവനെ, അള്ളാഹുവിനെ കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമുക്ക് എടുത്തു തരുന്നത് അന്നുജൂം ശരിയാ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഉഖ്തി ഹാജറയാണ്. ഇൻഷാ അള്ളാഹ് അവരെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ഹാജറ. السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وعلى من تبعهم بإحسان إلى يوم الدين. أما بعد، اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا. സൗണ്ട് ക്ലിയർ അല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാഹ് ക്ലിയർ ആണ്. ഇൻഷാ അള്ളാഹ്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്തായ ഫദ്ല് കൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് മുന്നേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റബ്ബിനെ പറ്റി പറയുന്ന, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് സ്മരിക്കുന്ന ഒരു സദസ്സിൽ ഇരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഈ ഒരു ഇരുത്തത്തെ നാളെ പരലോകത്ത് നമുക്ക് സവാബ് തരുന്ന അമലുകളുടെ കൂട്ടത്തിൽ റബ്ബ് ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാ, പ്രിയമുള്ളവരെ, തുടക്കത്തിൽ തന്നെ പറയാനുള്ളത് ജദീദു നിയാത്തിക്കും, നമ്മളുടെ നിയത്തുകളെ നന്നാക്കുക. നമുക്കറിയാം, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ, ഏത് അമലുകളും നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ നിയത്ത് എന്താണോ അതനുസരിച്ചായിരിക്കും നമുക്ക് ആ അമലുകൾക്ക് പ്രതിഫലം ലഭിക്കുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഇത് നമ്മളുടെ റബ്ബിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരുത്താണ്. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇൻഷാ അള്ളാഹ് ഇതിൽ നിന്ന് കിട്ടുന്ന ഓരോ നസീഹത്തുകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കും, എന്റെ റബ്ബിന് വേണ്ടി എന്നുള്ള ഒരു ഉറച്ച നിയത്തോടു കൂടി ഇൻഷാ അള്ളാഹ് ഇരിക്കുക. ജദീദു നിയാത്തിക്കും വല്ലാഹി ഇന്നി ഉഹിബ്ബുകുന്ന ഫീ സബീലില്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാ, റബ്ബിന്റെ ഫദ്ല് കൊണ്ട് മാഷാ അള്ളാഹ് നമുക്കറിയാം, ഇതിനു മുന്നേ ഇതുപോലെ ഒരു ക്ലാസ് നമ്മൾ ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ഒരു എന്താ പറയാ, ഒരു ഡ്രസ്സ് ഇട്ട് അതുപോലെ വണ്ടിയിൽ കയറി നമ്മൾ പോണായിരുന്നു. പക്ഷെ റബ്ബിന്റെ അൽഹംദുലില്ലാ ഒരു ഫദ്ല് കൊണ്ട് എനിക്കും നിങ്ങൾക്കും ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്നും വളരെ സിമ്പിളായി ഒരു മൊബൈലിൽ ടച്ച് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാൻ തൗഫീഖ് കിട്ടി. അപ്പൊ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലുണ്ട് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഒറ്റയ്ക്ക് ഓർക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ഓർക്കും. ഒരു കൂട്ടത്തിൽ വെച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ മലക്കുകളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് അള്ളാഹു നമ്മളെ ഓർക്കും. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടിയുള്ള ഇരുത്തമാണ് നമ്മളിൽ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോ അധികം മുഖദ്ദിമകളില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഖുർആൻ ആണല്ലേ. അപ്പൊ ഖുർആൻ എന്നെ പരിവർത്തനപ്പെടുത്തിയോ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഖുർആൻ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി മനസ്സിലാക്കുന്ന ഖുർആൻ, അത് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ അതിനോട് നമുക്ക് ഉണ്ടാകേണ്ട കടമകൾ, അല്ലെങ്കിൽ ആ പരിശുദ്ധ ഖുർആൻ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു
ചെറിയ ക്ലാസ് ഇൻഷാ അള്ളാ നമുക്ക് ചെറിയ മിനിറ്റുകൾ കൊണ്ട് മനസ്സിലാക്കാൻ ബീത്തുന്നില്ല. അപ്പോ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരു നിലയിൽ ഖുർആൻ, നമ്മൾ മുസ്ലിമീങ്ങൾ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ ആരാണ്? ഖുർആനിന്റെ വക്താക്കളാണ്, അല്ലെ? ഖുർആൻ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം ഖുർആനിന്റെ പഠനം എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിച്ചു അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഖുർആൻ പഠിക്കുക, അതിനെ പഠിപ്പിക്കുക എന്നുള്ളത് ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അവരാണ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ നമുക്കറിയാം ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വായിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും ഒക്കെ ഒരുപാട് പ്രോത്സാഹനം നൽകിയ, പ്രാധാന്യം നൽകിയ മതമാണ് ഇസ്ലാം. അപ്പൊ ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ, ഒരു മുഅ്മിനായ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളത്. അപ്പൊ പ്രിയമുള്ളവരെ, തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നത് അൽഹംദുലില്ലാഹ് ഇതിലെ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെ അതല്ലാത്ത ഒരാളുടെ കൂട്ടത്തിലാണ് നമ്മൾ പെടുന്നതെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ഇപ്പൊ തന്നെ നിയത്ത് വെക്കുക, ഞാൻ ഒന്നുകിൽ ഖുർആൻ പഠിക്കുന്ന ഒരാളാകും, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഒരാളാകും. അപ്പൊ ആ ഒരു രൂപത്തിൽ ഖുർആന് വേണ്ടിയിട്ട് നമുക്ക് മരിക്കുന്നതിന് മുൻപ് അതിനോടുള്ള ബാധ്യതകൾ ചെയ്യാൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ ഇതില് ഖുർആൻ പഠിക്കുകയും നമ്മൾ ഖുർആനിന്റെ അഹ്ലുകാർ, അല്ലെ, ഖുർആനിന്റെ ആളുകളാണ് എന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഭാഗ്യവാന്മാരാണ്, നമ്മൾ സന്തോഷിക്കുക. ഖുർആൻ നമ്മളുടെ ജീവിതത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്ഭുതകരമായ പരിവർത്തനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ലോകത്തിലെ ഉത്തമർ എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച ഒരു കൂട്ടരാണ് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. നമുക്കറിയാം ഇന്ന് നമ്മളുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, MBBS അല്ലെങ്കിൽ നീറ്റ്, അങ്ങനെ ഒരുപാട് കാര്യം. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു ത്വാലിബത്തുൽ ഇൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു. പിന്നെ നമുക്കറിയാം, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അതായത് ഒരാള് ദീന് പഠിക്കുന്ന, അല്ലെങ്കിൽ ദീന് പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വേ അവന് എളുപ്പമാക്കി കൊടുക്കും. സുബ്ഹാനല്ലാഹ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടണമെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് അതിലേക്ക് എത്തുക എന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോക്കും. പക്ഷേ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയാണ്, നമ്മള് ഈ ഒരു ഖുർആൻ പഠിക്കുന്നതിന്റെയും അല്ലെങ്കിൽ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അത് തരണം ചെയ്യുമ്പോഴൊക്കെ നമ്മളെ മനസ്സിലുള്ള ചിന്ത എന്താണ്? എനിക്ക് സ്വർഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ എത്തണം, അല്ലെ? അപ്പൊ ആ സ്വർഗ്ഗമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്ന ഒരു മാർഗ്ഗമാണ് ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ഇൽമുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എന്നുള്ളത്. അപ്പോ ആ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന അവരെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ ഒരു മാർഗത്തിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ നിയ്യത്ത് നന്നാക്കുക. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാ അമലുകളും എന്താണ്? നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ നമ്മൾ എന്താണോ നിയ്യത്ത് ചെയ്യുക അതാണ് ശരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോ നമ്മളുടെ നിയ്യത്തുകൾ, ഞാൻ പഠിക്കുന്ന ഖുർആൻ അത് ആർക്ക് വേണ്ടിയാക്കുക? മറ്റുള്ളവരെ കാണിക്കാനോ, അല്ലെങ്കിൽ ഈ ഒരു ഖുർആൻ പഠിക്കുന്ന കാരണമായിട്ട് ഞാനൊരു ഹാഫിളാണെന്ന്, അല്ലെങ്കിൽ ഞാനൊരു പണ്ഡിതയാണെന്ന് പറയാനല്ല, മറിച്ച് നമ്മളുടെ ജീവിതത്തിൽ അത് സ്വന്തമായി പരിവർത്തനപ്പെടുത്തി അത് നമ്മളുടെ ജീവിതത്തിൽ പ്രകാശമായി അത് മറ്റുള്ളവരുടെ ജീവിതത്തിലും പ്രകാശമാകണം എന്ന ഒരു ചിന്തയോട് കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു നല്ല നിയ്യത്തോടു കൂടി വേണം ഒരു ഇൽമു പഠിക്കാൻ എന്നാണ് തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോ ഇതില് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പൊ നമ്മള് ഇതില് ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ബനാത്തിലെ മക്കളുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാഷാ അല്ലാഹ് നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല ഏജുകളിൽ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്.
അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും നാൾ മനസ്സിലാക്കിയ ഖുർആൻ, പഠിച്ച ഖുർആൻ നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ആ ഒരു ഖുർആന് മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിൽ ഹാസിബു ഖബല അൻ തുഹാസിബു എന്നാണ്. അതായത് നമ്മൾ ഹിസാബ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹിസാബ് ചെയ്യുക. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും നാൾ ഖുർആൻ പഠിച്ചു, അല്ലെങ്കിൽ നമ്മളൊരു ഖുർആനിന്റെ പഠിതാവാണ്. ഈ പരിശുദ്ധമായ അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ ഞാൻ കഷ്ടപ്പെട്ട് എന്റെ ഹൃദയത്തിലേക്ക് കയറ്റി. അത് അത് രാപ്പകലുകൾ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചു, അല്ലെ? നമുക്കറിയാം, ഒരു ഖുർആൻ അത്രയും ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പരിശ്രമം വേണം. പക്ഷേ ആ പരിശുദ്ധമായ ഖുർആൻ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതുവരെ ഒരു മാറ്റം എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും അല്ലെങ്കിൽ മറ്റു രംഗങ്ങളിലും മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്ത ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്കറിയാം, സഹാബിമാരെയും അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ നോക്കുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ നമുക്കറിയാം, കഠിന ഹൃദയായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ഖുർആനിലെ ഒരു ആയത്ത് കേട്ടിട്ടാണ്, അല്ലെ? അതായത് ആ ഖുർആനിന്റെ ആയത്ത് ഹൃദയത്തിൽ വരുത്ത സ്വാധീനമാണ്. അപ്പോ സഹാബിമാരെ ആയാലും ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെങ്കിലും അവരുടെയൊക്കെ ഹൃദയങ്ങൾക്ക്, അതായത് കഠിന ഹൃദയങ്ങൾക്ക് പോലും മാറ്റം വരുത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു നിലയിൽ ഇത്രയും നാൾ, അല്ലെങ്കിൽ നമ്മളൊരു 10 വർഷമായി ഞാൻ ഖുർആന്റെ മേഖലയിൽ ചെലവഴിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഖുർആൻ എന്നെ എത്രത്തോളം സ്വാധീനപ്പെടുത്തി എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. നമുക്കറിയാം, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സൂറത്ത് ഓതുകയും ആ ഒരു സൂറത്തിലെ ഒരൊറ്റ ആയത്തിനെ ഓർത്ത് കരഞ്ഞ് നമസ്കാരം ദീർഘിപ്പിക്കുകയൊക്കെ ചെയ്തത് നമുക്ക് ഹദീസുകളിൽ കൂടി കാണാൻ സാധിക്കും. അപ്പോ എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്റെ വിവിധ മേഖലകളിൽ ഖുർആൻ എന്നെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാം, ഖുർആനിന്റെ അഹ്ലുൽ ഖുർആൻ എന്നുള്ളത് വെറും ഒരു കേവലം ഒരു ആൾക്കാർ മാത്രമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആനുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് അമൂല്യമായ അനുഗ്രഹങ്ങൾ, അല്ലെ, നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരാൻ വേണ്ടി സാധിക്കും. അതിലേക്ക് വലുതായിട്ടൊന്നും ഇറങ്ങുന്നില്ല, പക്ഷെ വളരെ ഷോർട്ടായി, നമ്മളെ സമയപരിധി കൊണ്ട് നമുക്ക് വളരെ ഷോർട്ടായിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞു പോവാണ്. അതായത് നമ്മള് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒന്നെങ്കിൽ എന്താണ് ഖുർആൻ പാരായണം ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന, അതോടൊപ്പത്തെ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പിന്നെ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നമ്മൾ എല്ലാവരും അഹ്ലുൽ ഖുർആൻ ഏതെങ്കിലും ഒരു നിലയിൽ ഖുർആനിന്റെ ആൾക്കാരായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ. അപ്പോ വളരെ ചുരുങ്ങിയ ചില പോയിന്റ്സിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിന്റെ അഹ്ലുകാർക്ക് കൊടുക്കുന്ന അമൂല്യമായ അനുഗ്രഹങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്തിട്ട് അതിന്റെ കടമകളിലേക്ക് നമുക്ക് പോകാം. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ആളുകളുടെ കൂടെ എപ്പോഴും അവരെ കൂടെ എന്തുണ്ടാവും? ഒരു പ്രകാശം ഉണ്ടാകും എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതായത് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് നൂറാണ്. ഓക്കെ, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നവരുടെ കൂടെ എപ്പോഴും ഒരു പ്രകാശം ഉണ്ടാകും, അവർക്കൊരു വെളിച്ചമുണ്ടാവും. ഖുർആനിന്റെ ആളുകൾ എന്തുണ്ടാവൂല, ഒരിക്കലും അവര് ഒരു ഇരുട്ടിലാവുകയില്ല എന്ന് പറഞ്ഞു. എന്താണ് അതിന് തെളിവ്? സൂറത്തുൽ ഇബ്രാഹിമിൽ അള്ളാഹു പറഞ്ഞു, കിതാബുൻ, ഇതൊരു കിതാബാണ്, അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ, മനുഷ്യന്മാരെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് കയറ്റാനുള്ള ഒരു കിതാബാണ്, ഒരു ഗ്രന്ഥമാണ് ഇത്. ഇതിന്റെ തഫ്സീറിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും കടക്കണില്ല. പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് ഹുദയാണ്, അല്ലെങ്കിൽ അത് ഇരുട്ടിൽ നിന്നുള്ള ഒരു വെളിച്ചമാണ്, നമ്മളെ ജീവിതത്തിലെ വെളിച്ചമാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ എന്ന് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാം. അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ഖുർആനിന്റെ വക്താക്കൾ എപ്പോഴും അവരെന്തായിരിക്കും? അവര് നേർമാർഗത്തിലായിരിക്കും, നേരായ വഴിയിലായിരിക്കും. അത് ശരിക്കും നമ്മളൊരു അഹ്ലുൽ ഖുർആനായി മാറിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന ഒരു ഫദ്ലാണ്. ഓക്കെ, എന്താണ് അതിന് തെളിവ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന വലിയൊരു പ്രഖ്യാപനമാണ്. ഓക്കെ, അതായത് ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ഓക്കെ, ആ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഹുദൽ ലിൽ മുത്തഖീൻ,
ഇത് മുത്തഖീങ്ങൾക്ക് സന്മാർഗാണ്, ഇതില് ലാ റൈബ ഫീഹി, നിങ്ങൾക്കൊരു ഡൗട്ടേ വേണ്ട, സംശയമേ വേണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മളൊരു ഖുർആനിന്റെ അഹ്ലുകാരെന്നുള്ള നിലയിൽ നമ്മൾ ഇതിൽ കൂടുതൽ എത്രയാണ് സന്തോഷിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ പോയിന്റ്സും പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലൊക്കെ ഖുർആൻ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓരോ പോയിന്റ്സ് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഹദീസുകളുടെയും അല്ലെങ്കിൽ ഈ ഖുർആനിന്റെ തഫ്സീറുകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇതിനേക്കാൾ ഖുർആൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹുദയാണ്, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരുപാട് ആയത്തുകളിൽ കൂടിയും തഫ്സീറുകളിൽ കൂടിയും പോകാൻ കഴിയും. പക്ഷേ നമ്മൾ സമയപരിധി കൊണ്ട് നമ്മൾ കുറക്കാണ്. അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കൾ എപ്പോഴും നേർമാർഗത്തിലായിരിക്കും, ഒരിക്കലും ഒരു വഴി തെറ്റൂല എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ വക്താക്കൾ എപ്പോഴും എന്തായിരിക്കും, സന്തോഷത്തിലായിരിക്കും, അവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സങ്കടം വിഷമം ഒക്കെ ഉണ്ടായാലും പരിശുദ്ധ ഖുർആനിന്റെ ആൾക്കാർ എന്തായിരിക്കും, അവർ സന്തോഷായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, എന്താണ്, കുൽ നബിയെ, എന്താണ് താങ്കൾ പറയുക, ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ റഹ്മത്തും ഫദ്ലും ഔദാര്യമാണ്, ഫബിദാലിക ഫല്യഫ്റഹു, അവരെന്ത് ചെയ്യട്ടെ, അതുകൊണ്ട് ആഹ്ലാദിച്ചു കൊള്ളട്ടെ. അപ്പൊ അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് വിഷമം വന്നാലും ഒരു ഖുർആനിന്റെ വ്യക്താവ് എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്തില്ല, നമുക്ക് എന്ത് ഇത് വന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോടൊപ്പം നമ്മളുടെ കയ്യിലുള്ളത് ഖുർആനാണ്. ഖുർആനാണ് പറഞ്ഞത് ഫബിദാലിക ഫല്യഫ്റഹു. ഈ ഒരു ഗ്രന്ഥം എന്നുള്ള എന്താണ്, ആഹ്ലാദിക്കാനുള്ളതാണ്. നമ്മൾ ചരിത്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ആയത്ത് ഇറങ്ങിയാൽ തന്നെ സുബ്ഹാനല്ലാഹ് സഹാബിമാർക്ക് ഉണ്ടാകുന്ന ആ ഒരു സന്തോഷവും അതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഖുർആൻ പഠിക്കുന്ന പഠിതാവാണ്. എത്രത്തോളം ഈ ഖുർആൻ നമ്മളുടെ ഹൃദയത്തിന് സന്തോഷം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ ഓരോ ദിവസവും പഠിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമാണോ, അതല്ല ഓരോ ദിവസവും അതൊരു ടൈറ്റായി വരികയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് റൂൾസുകൾ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ. പക്ഷേ ഖുർആനിന്റെ ഒരു പഠിതാവാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് എന്ത് സ്ട്രിക്റ്റ് റൂൾസ് വന്നാലും ഖുർആൻ എന്താണ്, അത് അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ അത്രയും വേണ്ടപ്പെട്ടതാണ് അല്ലെ. അപ്പൊ അത്രയും വലിയൊരു ഫദ്ലായിട്ടുള്ള അള്ളാഹുവിന്റെ കലാമാണ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നവും പ്രയാസം വിഷമം വന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശുദ്ധ ഖുർആന്റെ വ്യക്താക്കൾ എപ്പോഴും എന്തായിരിക്കും, സന്തോഷമായിരിക്കും. പക്ഷെ അൽഹംദുലില്ലാഹ് നമുക്ക് ഒരുപാട് ഫീഡ്ബാക്കുകൾ കൂടി കാണാൻ സാധിക്കും, ഖുർആൻ പഠിച്ചതിന്റെ വിഷമങ്ങൾ മാറിക്കിട്ടി എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് എന്താണ്, അല്ലെങ്കിൽ നമ്മളുടെ ഖുർആന്റെ വ്യക്താക്കൾക്ക് അത് എപ്പോഴും സന്തോഷമാണ്, അതുപോലെ തന്നെ ഹൃദയങ്ങൾക്കുള്ള സമാധാനമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആന്റെ വക്താക്കളെ മലക്കുകൾ എപ്പോഴും ഫോളോ ചെയ്യും. ഖുർആനിന്റെ വക്താക്കളെ മലക്കുകൾ എപ്പോഴും ഫോളോ ചെയ്യുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ശരിക്കും ഓരോ ഹർഫ് പാരായണം ചെയ്യുമ്പോഴും മലക്കുകളുടെ, അതായത് നമുക്കറിയാം, ഒരു മലക്കിന്റെ ഒരു വഴിദൂരത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ മറ്റൊരു ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു മലക്കിന്റെ വഴിദൂരം, അതായത് ഒരു ഷോൾഡർ മുതൽ മറ്റൊരു ഷോൾഡർ വരെ എത്തണമെങ്കിൽ 700 വർഷത്തെ വഴിദൂരം വേണമെന്ന് സുബ്ഹാനല്ലാഹ് അങ്ങനെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത്ര ഒരു മലക്കിന്റെ ഒരു ഇതാണ് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക, അങ്ങനെയുള്ള മലക്കുകളുടെ സാമീപ്യത്തിലാണ് ശരിക്കും ഖുർആനിന്റെ വ്യക്താക്കൾ എപ്പോഴും എന്നാണ് നമുക്ക് പറയുന്നത്. നമുക്ക് ഹദീസുകളിൽ കൂടി കാണാൻ സാധിക്കും, അതായത് ഖുർആന്റെ അഹ്ലുകാർ അവർ ഖുർആൻ ഓതുമ്പോൾ മലക്കുകൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ ഹദീസിനും ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി മലക്കുകൾ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ നമുക്ക് ഹദീസുകളുടെ ഷർഹകളൊക്കെ പരിശോധിച്ചാൽ കാണാം. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മളൊരു ഖുർആൻ താലിബുൽ ഇൽമാകുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ മറ്റ് പഠനങ്ങൾ പഠിക്കുന്നത് പോലെയല്ല, മറിച്ച് മിസ്വാക്ക് ചെയ്ത്, കാരണം നമ്മളുടെ വായും മലക്കുകളുടെ വായും അത്രത്തോളം അടുത്തതാണ്. അപ്പൊ മിസ്വാക്ക് ചെയ്ത് ഏറ്റവും ആദരവോട് കൂടിയാണ് നമ്മൾ ശരിക്കും അതിലേക്ക് ഇരിക്കേണ്ടത് എന്ന് നമുക്ക് ഹദീസുകൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആൻ പഠിക്കുന്ന ഒരു പഠിതാവാണ്, വിദ്യാർത്ഥിയാണെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ് വളരെയധികം മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. ഞാൻ പഠിക്കുന്ന ഖുർആൻ എന്നുള്ളത് നമ്മൾ എങ്ങനെയെങ്കിലും ജീവിത തിരക്കിനിടയിൽ അല്ലെങ്കിൽ ഒരു ലേസിയായി അല്ലെങ്കിൽ ഒരു മടിയായി പഠിക്കേണ്ട കാര്യമല്ല. ഇത് ശരിക്കും നമ്മൾ പിൻപറ്റുന്ന ആരാണ്, നമ്മളെ ഫോളോ ചെയ്യുന്നത് മലക്കുകളാണ്, നമ്മളോടൊപ്പം ഉള്ളത് മലക്കുകളാണ്. അപ്പൊ അതുകൊണ്ട് മലക്കുകളുടെ സാമീപ്യം നമ്മളെ നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്രയും അതബോടുകൂടി
അത്രയും ഇപ്പൊ നമുക്കറിയാം മിസ്വാക്കൊക്കെ ചെയ്ത് അത്രയും നല്ല ഖുർആൻ നമുക്കറിയാം പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവരെത്രത്തോളം സൂക്ഷ്മത പാലിച്ചിട്ടാണ്, അദബ് പാലിച്ചിട്ടാണ് അവര് ഇൽമു പഠിച്ചതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിന്റെ സമയ ചുരുക്കം കാരണം നമ്മൾ ചുരുക്കാണ്. അപ്പോ ശരിക്കും ഖുർആനിന്റെ വക്താക്കളെ മലക്കുകൾ എപ്പോഴും ഫോളോ ചെയ്യും. അപ്പം ഒരു ഖുർആൻ പഠിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ഓരോ ഖുർആൻ പഠിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ജീവിതത്തിൽ ഞാന് എന്നെ മലക്കുകൾ ഫോളോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന ഗ്രന്ഥം ഇത്രത്തോളം ഉന്നതമാണ് എന്നുള്ളൊരു ചിന്ത നമ്മളുടെ ഹൃദയത്തിലേക്ക് വരണം. പിന്നെ ഖുർആനിന്റെ വക്താക്കൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ഗുണമാണ്, അതായത് ഏത് വിഷയത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സുന്ദരമായിട്ടുള്ള നിലപാട് എടുക്കാൻ വേണ്ടി സാധിക്കും. പറഞ്ഞു അവർക്ക് എന്തുണ്ട്, ഒരു ഉൾക്കാഴ്ചയുണ്ട് അല്ലെ. അതായത് ഇത് ശരിക്കും പറയണത് നമ്മളൊരു ഖുർആൻ കേവലം അക്ഷരം വായിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ഇത് കിട്ടൂല. കാരണം അത് ഫഹ്മ് ചെയ്ത് നമ്മളത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പക്വമായ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മളോട് പറയാനുള്ളത്, നമ്മൾ കേവലം ഒരു ഖുർആൻ ഹിഫ്ള് ചെയ്യുന്ന പഠിതാവിൽ ഉപരി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഖുർആനിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. നമുക്ക് നമ്മളുടെ വിഷയം തന്നെ ഖുർആൻ എന്റെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ ആ ഖുർആൻ നമ്മളുടെ ഹൃദയങ്ങൾക്ക് ഒരു പരിവർത്തനം വരണമെങ്കിൽ ഒരിക്കലും നമ്മൾ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പാരായണം ചെയ്ത് കൊണ്ട് മാത്രം എന്തുണ്ടാവൂല, പറ്റൂല. മറിച്ച് നമുക്ക് ഇനിയിപ്പോ അൽഹംദുലില്ലാഹ് നമുക്ക് ഇനിയിപ്പോ അറബി അറിയാത്ത ഒരാളാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ അമാനി മൗലവി റഹ്മത്തുള്ളയുടെ മലയാളത്തിലുള്ള തഫ്സീറുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുൻപായി നമ്മൾ ഓരോ ദിവസവും ഞാൻ ആ ഭാഗത്തിൽ നിന്ന് കുറച്ച് ഭാഗമെങ്കിലും വായിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് വായിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമുക്ക് എന്തിട്ടും നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ഖുർആനിലെ ഓരോ കാര്യങ്ങൾ ഓരോ തഫ്സീറുകളിലേക്കും അതിന്റെ ട്രാൻസ്ലേഷനുകളിലേക്കൊക്കെ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ് നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സ്, നമ്മളെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ കേവലം ഒരു ഖുർആന്റെ ഹിഫ്ള് പഠിതാവിലുപരി നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ആശയങ്ങളിലേക്കും ഒക്കെ നമ്മൾ ഇറങ്ങിച്ചെന്ന് നമ്മൾ വായിക്കണം. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ തന്നെ നമ്മൾ നിയ്യത്ത് വെക്കുക, ഇൻഷാ അല്ലാഹ് ഖുർആന്റെ ഒരു ഹിഫ്ളിലുപരി ഞാൻ എന്റെ ജീവിതത്തിൽ ഖുർആൻ അത് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഒരു സമയം മാറ്റിവെക്കും എന്നുള്ള നിലയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഖുർആനിൽ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടാവണം, അത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് ശരിക്കും ഖുർആൻ നമുക്ക് ശരിയായ രൂപത്തിൽ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ജീവിക്കുന്ന ഖുർആനായിട്ട് മാറാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിന്നെ ഖുർആനിന്റെ ആൾക്കാർ എന്ത് ചെയ്യും, സദാസമയവും ബർക്കത്തിലായിരിക്കും. ഇതൊക്കെ പറയുന്നത് വെറുതെ ഒരു പോയിന്റ് അല്ല, ഓരോന്നിനും എന്തുണ്ട്, അതിൻ്റെതായ തെളിവുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. വഹാദാ കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്. ഈ ഒരു ഗ്രന്ഥം എന്നുള്ളത് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇറക്കിയത് എന്തിനാണ്, ബർക്കത്തിനായിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഗ്രന്ഥത്തെ ഇറക്കിയത് ഒരു ബർക്കത്താണ്. അപ്പൊ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലാവർക്കും 24 മണിക്കൂറാണ് അല്ലെ. പക്ഷെ ചിലരെന്ത് ചെയ്യും, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ യൂസ് ചെയ്യും. പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എന്നുള്ളത് ഉണ്ടാവും വളരെ ഇങ്ങനെ എത്ര സമയമുണ്ടെങ്കിലും ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ബർക്കത്താണ്. ഇപ്പൊ ഒരാൾക്ക് ഒരുപാട് പണം ഉണ്ടാവും, പക്ഷെ അവന്റെ ഒന്നിലും അതിലൊരു ഒരു ഇതുണ്ടാവില്ല, ഒരു സംതൃപ്തി ഉണ്ടാവില്ല. എന്നാൽ വളരെ കുറഞ്ഞ എമൗണ്ട് ഉള്ള ആൾക്കാർ അവരത് വെച്ച് വളരെ നല്ല സമാധാനമുള്ള ലൈഫ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിൽ തരുന്ന ബർക്കത്താണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഹ്ലുൽ ഖുർആൻ, അതായത് ഖുർആനിന്റെ ആളുകളായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്തിൽ, നമ്മളുടെ ലൈഫിൽ ഒക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് തരും. അപ്പൊ ഈ ഒരു പോയിന്റ്സിനെ ബേസ് ചെയ്ത് ഒരുപാട് ഹദീസുകളും ഒരുപാട് ഖുർആൻ ആയത്തുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആനിന്റെ ആളുകളായിട്ട് മാറുക. നമ്മൾ ഖുർആൻ നമ്മളുടെ ഹൃദയത്തിലേക്ക് കയറിയതിനു ശേഷം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ബർക്കത്ത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, ഖുർആനിന്റെ വക്താക്കൾ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുടുംബക്കാരായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇതിൽ കൂടുതൽ നമുക്ക് എന്തൊരു ഖുർആനിന്റെ പഠിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യമാണ്. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം നമ്മൾ ഇന്നൊരാളുടെ കുടുംബം, ഒരു ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരാളുടെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം സൗദിയിലെ ഒരു രാജാവ്, അപ്പൊ രാജാവിന്റെ ഒരു കുടുംബക്കാരാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതായത് ഒരു ദുനിയാവിൽ ഒരു എക്സാമ്പിൾ വെച്ച് പറയാണ്. പക്ഷേ ഈ ലോകത്തേക്ക് സൃഷ്ടിച്ച് നമ്മളെയൊക്കെ സംരക്ഷിച്ച് പരിപാലിക്കുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിന്റെ കുടുംബക്കാരാണ് ഖുർആനിൽ
ഖുർആനിന്റെ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഈ ഒരു അവസരത്തിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദ്, നമ്മള് അങ്ങനത്തെ ഒരു മേഖലയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അള്ളാഹു നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ശുക്ർ ചെയ്യണം. ഇനി അതല്ല നമുക്ക് അങ്ങനത്തെ ഒരു അവസരം ഇല്ലെങ്കിൽ അൽഹംദുലില്ലാ, ഇന്ന് ഓൺലൈൻ ആയിട്ടൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. നമ്മൾ അഹ്ലുൽ ഖുർആനായി മാറാൻ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പരിശ്രമിക്കുക, അതിനുവേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ പണിയെടുക്കുക. അപ്പൊ ഖുർആനിന്റെ വക്താക്കൾ എപ്പോഴും എന്താണ്, കുടുംബക്കാരാണ്. എന്താണ് അതിന് തെളിവ്? ഇന്നലില്ലാഹി അഹ്ലീന മിനന്നാസ്, അതായത് ജനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കുടുംബക്കാരാണ്. മൻഹും എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആൾക്കാരാണ്. ഖാസ്സത്തും, അവർ പ്രത്യേകമാക്കപ്പെട്ടവരാണ്. ഖുർആന്റെ ആൾക്കാരെന്ന് മാത്രമല്ല, അവർ പ്രത്യേകമാക്കപ്പെട്ടവരാണ്. ഇപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഖുർആനിന്റെ വക്താക്കൾ എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ ഈ ഒരു മുകളിൽ പറഞ്ഞ ഓരോ പോയിന്റ്സും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടോ, നമുക്ക് ഉണ്ടായിട്ടുണ്ടോ, ഖുർആൻ കാരണം എനിക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ നമ്മളൊരു ഖുർആനിന്റെ പഠിതാവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട, ആഹ്ലാദിക്കേണ്ട ഒരു സമയമാണ്. അവസാനത്തെ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഈ ലോകത്തും അതുപോലെ തന്നെ പരലോകത്തുമുള്ള എല്ലാ ഉയർച്ചയും പ്രിയമുള്ളവരെ ഖുർആനിന്റെ ആളുകൾക്കായിരിക്കും. നമുക്കറിയാം, ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും. ഖുർആൻ പഠിച്ച് അത് അമൽ ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ, അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മൾ ദുനിയാവിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ച് ആൾക്കാരെ എന്ത് ചെയ്യും, ഈ ഖുർആൻ കാരണമായിട്ട് ഉയർത്തും. വയദഉ ബിഹി ഖൗമൻ ആഖരീൻ, ചിലരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് താഴ്ത്താനും കഴിയും. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരുപാട് ഒരു 8 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ഇതിനൊക്കെ വിശദമായ തഫ്സീറുകൾ ഉണ്ട്. പക്ഷെ നമ്മളെ സമയപരിധി കാരണം നമ്മൾ കുറയ്ക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, ഈ 8 പോയിന്റ്സ് അല്ലെങ്കിൽ ഈ ഒരു ഖുർആന്റെ അഹ്ലുകാർക്ക് കിട്ടുന്ന അമൂല്യമായ അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തെ എത്രത്തോളം പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ആലോചിക്കുക. അപ്പൊ ഇതിനോടൊപ്പം എനിക്ക് കൂട്ടി പറയാനുള്ളത്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അതായത് അവസാന കാലത്ത് ഒരു കൂട്ടം ആൾക്കാർ വരും. ഓക്കെ, അവർ യഖ്റഊനൽ ഖുർആൻ, അതായത് അവർ ഖുർആൻ അവർ പാരായണം ചെയ്യും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യൂല, അവർ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് വളരെ നല്ല ശബ്ദത്തിൽ അല്ലെങ്കിൽ നല്ല ഖിറാഅത്തിലൊക്കെ അവർ ഓതും. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഖുർആനിന്റെ ഒരു അംശവും ഉണ്ടാകില്ല. ഖുർആനിന്റെ ഒരംശം ഉണ്ടല്ല. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. അപ്പോ അങ്ങനത്തെ ആൾക്കാരായിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഖുർആനിന്റെ പഠിതാക്കളായിട്ട് പ്രിയമുള്ളവരെ നമ്മൾ മാറരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളോട് സഹാബിമാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമാണ്. അപ്പൊ ആ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഖുർആനിന്റെ പഠിതാക്കളാണ്. നമ്മൾ രാപ്പകലുകൾ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇപ്പോൾ ജുസു പോർഷൻ ആണെങ്കിലും നമ്മളുടെ സബക്കുൽ ഹാലിയും സബക്കുൽ ഖദീം ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടാവും, നമ്മൾ ഖുർആൻ പഠിക്കണ പഠിതാക്കളാണെങ്കിൽ. അപ്പോ ഇത് ശരിക്കും അതൊരു റുട്ടീനായി നടന്നു പോയി ഖുർആൻ പഠിച്ച് നമുക്ക് സനത് കിട്ടുക എന്നതിലുപരി ഒരിക്കലും അങ്ങനെ നന്നാക്കുന്ന റസൂലുള്ള പറഞ്ഞ ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല, ഞാൻ ഉൾപ്പെടില്ല എന്നുള്ളത് ഈ ഒരു സദസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മൾ നിയ്യത്ത് വെക്കുക. അപ്പൊ പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനത്തെ ഖുർആൻ, ജീവിക്കുന്ന ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ അനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒരിക്കലും നമ്മൾ ഖുർആന്റെ കേവലം അക്ഷര പഠനം കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അക്ഷരം റെഡിയാക്കിയത് കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കുന്ന ഖുർആനായിട്ട് മാറാൻ പറ്റില്ല. നമ്മളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അറബി അറിയാവുന്നവരാണെങ്കിൽ ഒരുപാട് പണ്ഡിത ലോകത്ത്, അല്ലെങ്കിൽ നമുക്ക് പണ്ഡിതന്മാർ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് തഫ്സീറുകളും ഒക്കെ. ഇനി അതല്ല, നമുക്ക് മലയാളം മാത്രമേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ മാത്രമേ അറിയുവാണെങ്കിലും തന്നെയും നമുക്ക് ഒരുപാട് എന്തുണ്ട്, അൽഹംദുലില്ലാ, മൊബൈലിലും അല്ലാതെയൊക്കെ ഒരുപാട് ആപ്പുകളും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ജീവിതത്തിൽ ഇൻഷാ അള്ളാഹ് മരിക്കുന്നതിന് മുൻപായി ഞാൻ എന്റെ ജീവിതം ജീവിക്കുന്ന ഖുർആനായിട്ട് ഞാൻ മാറും, അതിനുവേണ്ടി ഖുർആൻ മനസ്സിലാക്കാൻ ഞാൻ ശ്രദ്ധിക്കും എന്നുള്ള വലിയൊരു ലക്ഷ്യം പ്രിയമുള്ള സഹോദരിമാർ ഈ ഒരു അവസരത്തിൽ നമ്മൾ നമ്മളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പരിശുദ്ധ ഖുർആൻ, നമുക്കറിയാം അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കി കൊടുത്തതാണ് പരിശുദ്ധമായ ഖുർആൻ. അതായത് അള്ളാഹുവിന്റെ വഹിയാണ്. അപ്പൊ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിലേക്ക് വരേണ്ടത്. അപ്പൊ ആ ഒരു കലാം നമ്മൾ പഠിക്കും തോറും നമ്മളുടെ ഹൃദയം എന്ത് ചെയ്യണം, അത് പരിശുദ്ധമായി മറ്റുള്ളവരോട്, നമ്മളുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മളെ മറ്റു പെരുമാറ്റ രീതികളിലൊക്കെ ശരിക്കും നമ്മൾ പഠിക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആനാണ്. അത് പഠിക്കും തോറും വിനയം അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ
നമ്മളുടെ ഹൃദയത്തിലേക്ക് വരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമകളായി, മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളായി ഖുർആൻ പഠിക്കുന്തോറും നമുക്ക് വരണം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ പഠിതാവ് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിന്റെ അഹ്ലുകാർ എന്നുള്ള നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പരിശുദ്ധമായ ഖുർആനിനോട് നമുക്ക് 5 കടമകളുണ്ട്. ഓക്കെ, അപ്പൊ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ ആരാണ്? നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുവഹിദീങ്ങളാണ്. അപ്പോ ഈ നമ്മൾ പഠിക്കുന്നതായ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഏറ്റവും എൽമുകളുടെ നൂറുകളിൽ വെച്ച് തന്നെ ഏറ്റവും നൂറായ പരിശുദ്ധ ഖുർആൻ, നമ്മളുടെ ജീവിതത്തിൽ ആ പരിശുദ്ധ ഖുർആനിനോട് 5 കടമകളുണ്ട്. അപ്പൊ ആ 5 കടമകൾ നമുക്ക് പരിശുദ്ധ ഖുർആനുമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒന്ന് ഓർക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഒന്ന് പറഞ്ഞു പോവാണ്. അതിൽ ഒന്നാമത്തേത് തിലാവത്താണ്, പാരായണമാണ്. അതായത് പരിശുദ്ധമായ ഖുർആൻ ശരിയായ രൂപത്തിൽ അല്ലെ, അതിന്റെ വറത്തിൽ ഖുർആൻ ഖുർആനെ നിങ്ങൾ തർത്തീലോടുകൂടി പാരായണം ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് ഖുർആൻ, ഒരു മുഅ്മിൻ മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മളുടെ റബ്ബിന്റെ കലാം നമുക്കറിയാം. ഇനി അതിന് അർത്ഥമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഓരോ ഹർഫ് ഓതുമ്പോഴും ശരിക്കും 10 പ്രതിഫലം നമുക്ക് തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ തിലാവത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും നാളായി, അല്ലെങ്കിൽ എനിക്ക് 35, 50, 60 ഈ ഒരു ഖുർആന്റെ പാരായണത്തിൽ അതിനോടുള്ള ഹക്ക് ബാധ്യത ഞാൻ എത്രത്തോളം നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കുക. അപ്പൊ ഖുർആനോടുള്ള ഒന്നാമത്തെ കടമയാണ് അതിന്റെ പാരായണം, അതായത് തിലാവത്ത്. അത് നമ്മൾ റെഡിയാക്കുക എന്നുള്ളത്. അപ്പൊ അതിലേക്ക് കടന്നാൽ തന്നെ നമുക്ക് ഒരുപാട് ഹദീസുകളും ഒക്കെ കാണാൻ സാധിക്കും. രണ്ടാമത്തേത് ഹിഫ്ളാണ്. മനപ്പാടാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ശരിക്കും ഖുർആനിന്റെ ഒരു അംശം പോലും നമ്മളുടെ ഹൃദയത്തിൽ ഇല്ലാത്തവരെന്താണ്? ശൂന്യമായ വീട് പോലെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മൾ വിചാരിക്കും ഖുർആൻ ഇനിയിപ്പോ ഞാൻ 50 വയസ്സായി 60 വയസ്സായി എനിക്ക് പഠിക്കാൻ പറ്റോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ സുബ്ഹാനല്ലാഹ്, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, തഹ്ഫീദുൽ ഖുർആൻ തന്നെ വെർച്ചു തന്നെ അതിനുള്ള ഒരു വലിയൊരു എക്സാമ്പിൾ ആണ്. അതായത് വയസ്സായവർ അല്ലെങ്കിൽ ഏജ് ഒരുപാടായവർ, കൊച്ചുമക്കളൊക്കെ ഉള്ളവർ അൽഹംദുലില്ലാ ഖുർആൻ പഠിച്ചു. അപ്പൊ പ്രിയമുള്ളവർ, ഇത് ആരുടെയും കഴിവല്ല, ഖുർആനിന്റെ ഒരു അമാനുഷികതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖമറിൽ എടുത്ത് പറയുന്നുണ്ട്, വലഖദ് യസ്സർനൽ ഖുർആന ലിദിക്രി ഫഹൽ മുദ്ദക്കിർ. ഖുർആൻ വളരെ എളുപ്പമാണ് അല്ലെ. അപ്പോ ആ ഖുർആൻ എന്നുള്ളത് ശരിക്കും ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിയാലും പണ്ഡിതകളുടെ ചരിത്രങ്ങളിലേക്ക് ഇറങ്ങിയാലും അവരൊക്കെ ഒരുപാട് ഏജ്ഡ് ആയിട്ട് ഖുർആൻ ഹിഫ്ള് ചെയ്ത ആൾക്കാർ നമുക്ക് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, ഹിഫ്ള് പഠിക്കുക, എനിക്കിപ്പോ വയസ്സായി പോയല്ലോ, ഞാൻ ഇനി എങ്ങനെയാ പഠിക്കുക എന്നല്ല. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക ഖുർആൻ വളരെ എളുപ്പമാണ്. അപ്പൊ അതിൽ നിന്ന് അത് പഠിക്കുമ്പോഴുണ്ടാകുന്ന സമാധാനം, ഹുദ ഒക്കെ എന്നുള്ളത് എന്താണ്? നമുക്ക് ലോകത്ത് വേറെ എന്ത് ആസ്വദിച്ചാലും കിട്ടൂല. അപ്പോ നമുക്ക് നമ്മള് അൽഹംദുലില്ലാ നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി, നമ്മൾ ഇത് കേട്ടു. ഇൻഷാ അല്ലാഹ് എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യും? ആ ഖുർആൻ മനഃപ്പാടമാക്കും. അല്ലെങ്കിൽ മരിക്കുന്നത് നമുക്കറിയാം, നമുക്ക് എന്ത് നീയത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിഫലം. നമ്മൾ അങ്ങനെ നീയത്ത് വെച്ചു, നമ്മൾ ഖുർആൻ പഠിച്ചു കൊണ്ടേയിരുന്നു, നമ്മൾ മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും എന്ത് ചെയ്യും? നമുക്ക് നമ്മളുടെ നീയത്തിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നമുക്ക് തരിക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് രണ്ടാമതായിട്ട് ഖുർആനിനോട് വേണ്ടുന്നത് ഹിഫ്ളാണ്, അതിനോടുള്ള മനപ്പാടാണ്. മൂന്നാമത്തത് അത് ഫഹ്മാണ്. പരിശുദ്ധ ഖുർആനിനോടുള്ള മൂന്നാമത്തെ കടമ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹ്മാണ്. അതായത് അതിന്റെ ആശയത്തെ നമ്മൾ നന്നായിട്ട് ഗ്രഹിക്കുക. അപ്പൊ പറഞ്ഞു, നമ്മൾ തിലാവത്ത് ചെയ്തു, അത് നന്നായി റെഡിയാക്കി ഓതി, അത് ഹിഫ്ള് ചെയ്തു, പിന്നെ അത് ആശയം ഗ്രഹിക്കണം. നമ്മൾ മുന്നേ പറഞ്ഞു, നമുക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ ഖുർആൻ നമ്മളെ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ കേവലം അക്ഷര വായന കൊണ്ട് പറ്റില്ല. ആ ഒരു ഖുർആനെ നമ്മൾ ഏറ്റവും നന്നായി ഫഹ്മ് ചെയ്യണം, മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഖുർആനിലൂടെ കടന്നു പോകുമ്പോൾ ശരിക്കും നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും. ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഡയറക്റ്റ് ഖുർആൻ കലാമുല്ലാഹ്, ഖുർആൻ കലാമാണ് അല്ലെ. അപ്പോ ശരിക്കും ആ ഖുർആൻ വായിക്കുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, അത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്മാർഗവും ഒരു സമാധാനമൊക്കെ ഉണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ആശയം, ആ ഒരു പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തെ അത് നമ്മൾ ഫഹ്മ് ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഖുർആനിനോടുള്ള മൂന്നാമത്തെ കടമയാണ്. അപ്പൊ ഈ അവസരത്തിൽ ഓരോ സഹോദരിമാരോടും മക്കളോടും എനിക്ക് പറയാനുള്ളത്, ഖുർആൻ എന്റെ ജീവിതത്തിൽ എത്രത്തോളം എന്റെ അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. നമുക്കറിയാം, ഇന്ന് ഗസയിലെ കുഞ്ഞുങ്ങൾ അത്രയും
പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവിക്കുമ്പോഴും അവർക്ക് തൗഹീദും അള്ളാഹുവിന്റെ ഒരുപാട് ആയത്തുകളും വെച്ച് സമാധാനം കണ്ടെത്താൻ കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഖുർആൻ അവരുടെ ഹൃദയത്തിൽ പിടിച്ചുകൊള്ളും. നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ നമ്മൾ ഒരുപാട് ഹംദ് രേഖപ്പെടുത്തേണ്ട സമയമാണ്. നമുക്കറിയാം, ഖുർആനിലെ നിങ്ങൾക്ക് ഒരു വിഷമം വരുമ്പോൾ നമ്മൾ ഖുർആനിലൂടെ ഒന്ന് കടന്നുപോയി നോക്ക്, നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ട് അല്ലെ. നമുക്കൊരു നിരാശ വരുമ്പോ അള്ളാഹു എന്താ പറഞ്ഞത്? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം സൂറ യൂസുഫില് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും യൂസുഫ് നബിന്റെയും ചരിത്രം പറയുന്നിടത്ത് എന്താ പറയുക? അള്ളാഹുവിന്റെ നിരാശയിൽ നിങ്ങൾ എന്ത് നിരാശ? കാഫിരീങ്ങൾക്കാണ് എന്ത് നിരാശ. അപ്പൊ ഇതുപോലെ ഖുർആനിലൂടെ നമ്മൾ ഫഹ്മ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങളോടൊപ്പം ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അപ്പോ ഇങ്ങനെ നമുക്ക് ആശ്വാസവും സമാധാനവും കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. അത് ശരിക്കും കേവലം അക്ഷരവായന കൊണ്ട്, പ്രിയമുള്ളവരെ, സഹോദരിമാരെ, പറ്റില്ല. നമ്മളത് ഫഹ്മ് ചെയ്യണം, അതിന്റെ ആശയം നന്നായി ഗ്രഹിക്കണം. അപ്പൊ പരിശുദ്ധ ഖുർആനിനോടുള്ള 4ാമത്തെ കടമയാണ് അത് ഫഹ്മ് ചെയ്യുക എന്നുള്ളത്. അടുത്തത് തദബ്ബുറാണ്. നമ്മൾ ഈ തിലാവത്ത് ചെയ്ത് ഹിഫ്ള് ചെയ്ത് ഫഹ്മ് ചെയ്ത കാര്യം നമ്മൾ വെറുതെ വെച്ചേക്കല്ല, നമ്മൾ തദബ്ബുർ ചെയ്യുക, അതായത് ചിന്തിക്കുക. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഒരു കാര്യം, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കൽപ്പനകൾ സുബ്ഹാനല്ലാഹ് ഖുർആനിൽ കൂടി പറയുന്നുണ്ട്. അപ്പൊ ഈ കൽപ്പനകൾ, അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക രംഗത്ത് എനിക്കിത് എത്രത്തോളം പാലിക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ മറ്റു മേഖലകളിൽ എനിക്ക് എത്രത്തോളം ഈ ഖുർആനായി ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരായത്താണ് നമ്മൾ വായിച്ച, ഒരായത്താണ് പഠിക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിൽ അത് എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയൊരു വിചിന്തനം ശരിക്കും ഫഹ്മ് ചെയ്തതിന് ശേഷം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത് ഒരു പരിശുദ്ധ ഖുർആനിനോടുള്ള 4ാമത്തെ ക്വാളിറ്റിയാണ്, പ്രിയമുള്ളവരെ, തദബ്ബുർ എന്നുള്ളത്. 5ാമത്തത് അമലാണ്. അത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം തദബ്ബുർ ചെയ്ത്, തിലാവ ചെയ്ത്, ഹിഫ്ള് ചെയ്ത്, തദബ്ബുർ ചെയ്ത്, ഫഹ്മ് ചെയ്ത്, തദബ്ബുർ ചെയ്ത് മാത്രം നമ്മൾ ഹൃദയത്തിൽ വെച്ചാൽ പോരാ, അത് നമ്മളുടെ ജീവിതത്തിൽ അമലാക്കുക. നമ്മളുടെ ജീവിതത്തിൽ അമലാക്കുന്നതിന്റെ ഭാഗമാണ് എന്ത്? ആദ്യം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. മറിച്ച് സ്ത്രീയാണ് ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവൾ, ചില മക്കളുടെ, ഭർത്താവിന്റെ വീട്ടിലെ. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ മക്കളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? തുടക്കത്തിൽ നമ്മൾ ഇത് പ്രവർത്തിച്ച് നമ്മൾക്ക് കിട്ടിയ ഈ വലിയൊരു പ്രകാശം നമ്മളുടെ മക്കൾക്കും കൂടി ഈ ഒരു അവസരത്തിൽ കിട്ടണം. നമ്മൾ ഒരുപാട് പഠിച്ച് നമ്മൾ മനസ്സിലാക്കി, പക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമുക്ക് ശേഷം വരുന്ന തലമുറകൾ എന്ത് ചെയ്യും? അത് ബാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഉമ്മയും വാപ്പയൊക്കെ നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളാണ്, പക്ഷെ മക്കള് ചെറുപ്പത്തിൽ അവർക്ക് മറ്റ് എക്സ്ട്രാ ക്ലാസ്സിന് പോയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവരെ ഒഴിവാക്കും. പക്ഷെ പിന്നീട് വളർന്നു വരുമ്പോൾ മക്കൾക്ക് എന്തില്ല, ഇതുമായിട്ട് ഒരു ടച്ച് ഉണ്ടാവില്ല. പക്ഷെ മാതാപിതാക്കൾ ഈ രംഗത്ത് വളരെ, അപ്പൊ നമ്മൾ ആദ്യം അത് അമൽ ചെയ്ത് നമുക്ക് കിട്ടിയ പ്രകാശം വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ മക്കളിലേക്കും കൂടി എത്തിച്ചു കൊടുക്കുക. ഈ അമലിനോടൊപ്പം ഉള്ള കാര്യമാണ് ശരിക്കും അത് പ്രവർത്തിക്കുകയും അത് എത്തിച്ചു കൊടുക്കുക. നമ്മളുടെ വീടുകളിൽ ആദ്യം എത്തിക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഒരു സ്ത്രീ എന്നുള്ളത് ഒരിക്കലും ഒരു 4 ചുമരിൽ നിന്നുകൊണ്ട് നിൽക്കേണ്ടവളല്ല, മറിച്ച് നമുക്കും എന്തുണ്ട്? ആ സ്ത്രീ സമൂഹത്തോടുള്ള ദഅവത്തുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു ബോധം നമുക്ക് ഉണ്ടായത് കൊണ്ടാണല്ലോ അൽഹംദുലില്ലാ നമ്മളും നിങ്ങളും ഒക്കെ ഇന്നൊരു ദിവസം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, നമുക്കറിയാം USA ടൈമൊക്കെ നോക്കുകയാണെങ്കിൽ UAE അല്ലെങ്കിൽ GCC കൺട്രീസിലൊക്കെ വളരെ വെളുപ്പാങ്കാലമായിരിക്കും അല്ലെ. അപ്പൊ അവിടേക്ക് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്താണ്? ആ ദീനിനോടുള്ള, ദീൻ എത്തിക്കാനുള്ള, അല്ലെങ്കിൽ ദീൻ കേൾക്കാനുള്ള ആ ഒരു ദാഹവും ഒരു സ്നേഹവും ഒക്കെ കൊണ്ടാണ്. പ്രിയമുള്ളവർ, ഈ 5 കടമകൾ അല്ലെ, തിലാവത്ത്, ഹിഫ്ള്, ഫഹ്മ്, തദബ്ബുർ, അമല്, പിന്നെ അത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒരു 5 കടമകൾ നമ്മൾ പരിശുദ്ധ ഖുർആൻ പഠിതാവ്, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ വ്യക്താവ് എന്നുള്ള നിലയിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനെ പറ്റി പറയുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇന്നത്തെ ഒരു 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്നല്ല, അത്രത്തോളം നൂറായിട്ട് ഒരുപാട് പറയാൻ കഴിയും. പക്ഷെ നമ്മളെ സമയത്തിന്റെ പരിമിതി ഉണ്ട്. അപ്പൊ പ്രിയമുള്ളവർ, എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത്, നമ്മൾ ഈ ഒരു മജ്‌ലിസ് കഴിഞ്ഞിറങ്ങുമ്പോൾ അള്ളാഹ് നമുക്ക് അദ്ദുന്യാ ഖലീൽ, ദുനിയാവ് വളരെ കുറച്ചാണ്. നമ്മളും നിങ്ങൾക്ക്, അതായത് ദുനിയാവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിറകിന്റെ അത്ര പോലും, ചിറകിന്റെ ആ ഒരു അതിന്റെ അത്ര പോലും വലിപ്പമില്ല.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു എക്സാം ഹോളിലാണ് ഇരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ SSLC നീറ്റ് ഒക്കെ എഴുതുമ്പോൾ അതിന് നിശ്ചിത ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞാൽ അവർ പേപ്പർ വാങ്ങിയിട്ട് പോകും. പക്ഷെ പ്രിയമുള്ള സഹോദരിമാരെ, നമ്മൾ ശരിക്കും നമ്മളുടെ ഡേറ്റിന് ഒരു സമയം പോലുള്ള, ഏത് സമയത്ത് വേണമെങ്കിലും, ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പമില്ല, നാളെ ഞാൻ ചിലപ്പോൾ മരണപ്പെടാം. അപ്പൊ ഒരു സമയപരിധി പോലുള്ള ദുനിയാക്കലി അത്രയും നിസ്സാരാണ്. നമ്മൾ വലിയ വീടുണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നു, പക്ഷെ ആ വീടിന്റെ പണി പൂർത്തിയാകുമോ നമുക്കറിയില്ല, അതിനു മുന്നേ നമ്മൾ മരണപ്പെടും. അപ്പോ നമ്മളെ ജീവിതത്തിൽ ഒരു ഗ്യാരണ്ടി ഇല്ല, നമ്മളൊരു എക്സാം ഹോളിലായിരിക്കുന്നത്. എപ്പോ പേപ്പർ വാങ്ങിയാലും നമ്മൾ പോവേണ്ടവരാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള നല്ല ഗുണങ്ങൾ, ഖുർആൻ പഠിക്കുക, അതിനോടുള്ള കടമകൾ ചെയ്യുക, ഖുർആനായി ജീവിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് ധൈര്യമായി പേപ്പർ കൊടുത്തിട്ട് നമ്മളുടെ റബ്ബിലേക്ക് സന്തോഷമായിട്ട് പോവാം. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഈ ഒരു അവസരത്തിൽ അഹ്ലുൽ ഖുർആൻ ആയതിന് റബ്ബിനോട് എന്ത് ചെയ്യാം, ഇരട്ടി ഇരട്ടി നന്ദി രേഖപ്പെടുത്തുക. കാരണം ഇതഅദന റബ്ബുക്കും ലഇൻ ശകർത്തും ലഅസീദന്നക്കും. നമ്മൾ എത്രത്തോളം നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി രേഖപ്പെടുത്തുന്നു, അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയമുള്ളവരെ നമുക്ക് അധികരിപ്പിച്ചു തരും. അപ്പൊ നമുക്ക് നന്ദിയുള്ളവരായ അടിമയാകാൻ നമുക്ക് സാധിക്കും. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, ഇതിപ്പോ കൂടി പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ വിഷമത്തോടു കൂടി, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്താണ്. അപ്പോ അത്ര വിഷമത്തോടു കൂടി ആരാധന നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന ഒരു ചോദ്യം ചരിത്രത്തിൽ കാണാൻ പറ്റും. നബിയെ, അള്ളാഹു അങ്ങേക്ക് എല്ലാം പുറത്തു തന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് എന്തിനാണ് അങ്ങ് ഇത്ര വിഷമിച്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കാണ് അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറ. ആയിഷ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി തീരണ്ടയോ? അതിന് ഞാൻ ഇഷ്ടപ്പെടേണ്ടതില്ലേ? അങ്ങനെ ഒരു വിചാരം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മളുടെയൊക്കെ ലൈഫ് വളരെ ഷോർട്ടാണ്. എപ്പോ വേണമെങ്കിലും നമുക്ക് റബ്ബിലേക്ക് പോകാം. പോകുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ അല്ലെങ്കിൽ റസൂലുള്ളാഹിയുടെ സുന്നത്ത് അല്ലെങ്കിൽ റസൂലുള്ളാഹിയെ പിൻപറ്റി, നമുക്കറിയാം ഖുർആനെ ഫോളോ ചെയ്താൽ ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നമ്മുടെ റസൂലിനെയും പിൻപറ്റി, അങ്ങനെയാണെങ്കിൽ അല്ലാഹു ഗഫൂറുർ റഹീം യഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മുടെ പാപങ്ങൾ പുറത്തു തരും എന്നുള്ളത് അള്ളാഹു നമുക്ക് തന്ന വാഗ്ദാനാണ്. അപ്പോ നമുക്ക് കിട്ടിയ കുറഞ്ഞ ജീവിതം കൊണ്ട് ശരിക്കും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ലൈഫ് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കണം. അപ്പൊ നമ്മുടെ ലൈഫ് പരിവർത്തനപ്പെടുത്താൻ ഏറ്റവും നല്ല മാർഗ്ഗമാണ്, ടിപ്പാണ് ശരിക്കും ഇൽമു പഠിക്കുക. ആ ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമാണ് ഖുർആൻ. അപ്പൊ ആ ഖുർആനിന്റെ അഹ്ലുകാരായി മാറുക. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നമ്മൾ എല്ലാവരും ഇതില് ഖുർആൻ പഠനമായി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നവരാണെങ്കിൽ, നമ്മൾ അല്ലാഹു ലക്കൽ ഹംദ് നന്ദി രേഖപ്പെടുത്തി അത് കൂടുതൽ ഈ 5 കടമകൾ നമ്മൾ ഖുർആന്റെ വിഷയത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അതല്ല, ഖുർആൻ പഠിക്കാത്തവരാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഞാൻ മരിക്കുന്നതിന് മുൻപ് ഈ 5 കടമകൾ എന്റെ ജീവിതത്തിൽ നിർവഹിക്കും എന്നൊരു നിയത്ത് വെക്കുക. ഇനി പഠിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളുടെ നിയത്തുകൾ റെഡിയാക്കി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ജീവിതം പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിവർത്തനപ്പെടുത്താൻ വേണ്ടി സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് ജീവിക്കുന്ന ഖുർആനായിട്ട് മാറാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവസാനമായിട്ട്, നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഖുർആൻ ഒരു പരിവർത്തനവും ഇല്ലാതെ നമ്മളുടെ ജീവിതത്തിൽ ഒരു രീതിയിലും ബാധിക്കാതെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഓരോ ദിവസവും നമ്മുടെ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമ്മളുടെ ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കുക, അള്ളാഹു ഞാൻ ഇത്രയും നാളായി ഖുർആന്റെ മേഖലയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്നു, എന്റെ ജീവിതത്തിൽ കുറച്ചെങ്കിലും എനിക്ക് ഈ രൂപത്തിലൊക്കെ എന്റെ ജീവിതത്തിൽ പരിവർത്തനം വരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഈ ഒരു അവസരത്തിൽ കൈവച്ച് ചിന്തിക്കുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ജീവിക്കുന്ന ഖുർആനായി മാറാൻ തൗഫീഖ് നൽകട്ടെ. കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഹിഫ്ള് ചെയ്യുന്ന മക്കളുണ്ട്, അപ്പൊ അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. അവർക്ക് നമുക്കറിയാം താജുൽ വഖാർ ഖിയാമത്ത് നാളിൽ നൽകപ്പെടും. അപ്പോൾ അങ്ങനെ നൽകപ്പെടുന്ന സന്തോഷവതികളായ ഖുർആൻ നമുക്ക് ഇഖ്റഉൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്ത് ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, അതിന്റെ ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യും, അത് ശുപാർശ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിക്കുന്ന ഖുർആനായി മാറാൻ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ബറക്കല്ലാഹു ഫീക്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. അൽഹംദുലില്ലാ. വല്ലിമ ഹജറ വല്ലിമ ഇൻഷാല്ലാ ഓരോ പോയിന്റുകൾ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഖുർആൻ പഠിക്കുന്ന രീതിയിൽ ആ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ എൻ്റെ കാര്യങ്ങൾ തന്നെ ചിന്തിച്ചു പോവുകയാണ്. ഓരോ പോയിന്റുകളും ആദ്യം ഖുർആന്റെ വക്താക്കൾക്ക് ഉണ്ടാകുന്ന ഓരോ എന്താണ് സൗഭാഗ്യങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഓരോന്ന് കേൾക്കുമ്പോൾ ചില അവസരങ്ങളിൽ എന്താണ് ഖുർആന്റെ പഠനത്തിനിടയിൽ കുറച്ചൊരു ഭാരം പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ഒരു അവസരം എന്ന് പറയുന്നത് വീണ്ടും എന്നെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് കേട്ടതിന് ശേഷം ഇങ്ങനെ ചിന്തിക്കുകയാണ്. അൽഹംദുലില്ലാ ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ല രീതിയിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാനും ജീവിതത്തിൽ പ്രവർത്തിക്കാനും റബ്ബ് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾക്കുള്ള അവസരമാണ്. ഇൻഷാ അല്ലാഹ് പറ്റുന്നവർ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് പറയേണ്ടവർ ഇൻഷാ അല്ലാഹ് ഹാൻഡ് റൈസ് ചെയ്യുക, വിളിക്കട്ടോ. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് സിജിനത്ത ഹാൻഡ് റൈസ് ചെയ്തത് കാണുന്നുണ്ട്, സംസാരിച്ചോളട്ടോ. സിജിനത്താക്ക് കേൾക്കുന്നുണ്ടോ? നസീറത്ത്, ഈ റെക്കോർഡിങ്സ് ഒന്ന് ഓഫ് ചെയ്യാൻ പറ്റുമോ ഇൻഷാല്ലാ? എന്നിട്ട് പുതിയൊരു റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം.